മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ക്രിസ്തീയ കുടുംബത്തെക്കുറിച്ചുള്ള ഡിസ്കഷനും ചിന്തകളുമാണ് ഇനിയുള്ള തുടർന്നുള്ള 40-50 എപ്പിസോഡിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇതൊരു പ്രത്യേക ഒരു സബ്ജക്റ്റാണ്. ഈ സബ്ജക്റ്റിലേക്ക് വരാനുള്ള ചില കാരണങ്ങൾ എനിക്ക് പറയണം. നിങ്ങളതൊന്ന് കേൾക്കുന്നത് നല്ലതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു വർഷമായി നമ്മൾ ഈ മെറ്റനോയ മിനിസ്ട്രീസ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു വർഷത്തിൽ കൂടുതലായി. അവസാനം നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, പ്രാർത്ഥനയുടെ പ്രയർ റിക്വസ്റ്റുകൾ പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ നിങ്ങളോട് പറയാറുണ്ട്, നിങ്ങൾ പ്രാർത്ഥനാ വിഷയങ്ങൾ അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഏറ്റവും കൂടുതൽ പ്രാർത്ഥനാ റിക്വസ്റ്റുകൾ വന്നത് ക്രിസ്തീയ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രയർ റിക്വസ്റ്റുകളാണ്. ഞങ്ങളതിനുവേണ്ടി പ്രാർത്ഥിച്ചു, ഇല്ല എന്ന് പറയുന്നില്ല. വിശ്വാസ സമൂഹത്തിലും അല്ലാത്തവരും ഒക്കെ പ്രയർ റിക്വസ്റ്റുകൾ അയച്ചു. അതിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് വിവാഹത്തിലുള്ള പൊരുത്തക്കേടുകൾ, വിവാഹ ജീവിതത്തിലെ കുടുംബജീവിതത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റിനുള്ള പ്രയാസങ്ങൾ, മൂന്നാമതൊരാൾ കയറി വിവാഹ ജീവിതത്തിൽ ശല്യപ്പെടുത്തുന്ന കാര്യങ്ങൾ, ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഭാര്യയുടെ അബദ്ധ സഞ്ചാരങ്ങൾ വരുന്നുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ വരുന്ന പാകപ്പിഴകൾ, ഇങ്ങനെയുള്ള ഒരുപാട് പ്രയർ റിക്വസ്റ്റുകൾ ഈ ദിവസങ്ങളിൽ കിട്ടിയിട്ടുണ്ട്. ഞങ്ങളെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം സ്പെസിഫിക്കായിട്ട് ഇതിനകത്തൊന്ന് അഡ്രസ്സ് ചെയ്യണം ഈ കാര്യങ്ങൾ. ഇത് നമുക്കൊരു ഗൈഡ് ലൈൻ ആയിട്ട് നമുക്കിത് എടുക്കാനായിട്ട് പറ്റിയ ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഗൈഡ് ലൈൻ ക്രിസ്തീയ കുടുംബത്തെക്കുറിച്ച് എന്താണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കണം എന്നൊക്കെ ദൈവാത്മാവ് പ്രേരിപ്പിച്ചു. കല്യാണം കഴിഞ്ഞുള്ള കോൺഫ്ലിക്ട്സ് ഭയങ്കരമായിട്ടുണ്ട്, പല കുടുംബങ്ങളിലും ഉണ്ട്. പ്രത്യേകിച്ചും പഴയതുപോലല്ലല്ലോ അപ്പനും അമ്മയും വർക്ക് ചെയ്യുന്ന സാഹചര്യങ്ങൾ. അതിൽ ഈ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ബുദ്ധിമുട്ടായി വരുന്ന സാഹചര്യങ്ങളുണ്ട്. അതുപോലെ ചില ഫാമിലീസിന് കൗൺസിലിംഗ് ആവശ്യമുള്ളവരുണ്ട്. ചില പ്രയർ റിക്വസ്റ്റുകൾ കാണുമ്പോൾ അറിയാം കൗൺസിലിംഗ് വേണം, ഫാമിലി കൗൺസിലർ ഇല്ലാതെ അത് സാധ്യമായി തീരാത്ത ചില കാര്യങ്ങളുണ്ട്. കുഞ്ഞുങ്ങളെ വളർത്തേണ്ട കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് ബാല്യത്തിൽ ഏത് രീതിയിൽ വേണം, കൗമാരത്തിൽ ഏത് രീതിയിൽ വേണം, യൂത്തിനെ സംബന്ധിച്ചിടത്തോളം ഏത് രീതിയിൽ ഇടപെടണം, പാരൻറ്റിങ്ങിൻ്റെ ഡിഫറെൻ്റ് സ്റ്റെപ്സുകൾ, അതുപോലെ തന്നെ കുടുംബ ജീവിതങ്ങളിൽ യൂത്തായിട്ടുള്ള അല്ലെങ്കിൽ യങ്ങായിട്ടുള്ള കുഞ്ഞുങ്ങളുടെ അഡിക്ഷൻസ്, അവർ പോകുന്ന റിലേഷൻഷിപ്പുകൾ, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ പ്രേമ കെട്ടുകൾ, അതുപോലെ പിശാച് പല രീതിയിൽ തെറ്റിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഗെയിം അഡിക്ഷൻ, ഇങ്ങനെയൊക്കെയുള്ള അഡിക്ഷനിൽ പിതാക്കന്മാരുടെയും മാതാക്കന്മാരുടെയും ഒക്കെ പൈസ നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങൾ. അതങ്ങനെ ഒരു സൈഡിൽ. ചില ഭവനങ്ങളിൽ കുഞ്ഞുങ്ങൾ കല്യാണം കഴിക്കത്തില്ല, ആണായാലും പെണ്ണായാലും കല്യാണം കഴിക്കത്തില്ല. കാരണം ഇതെല്ലാം കണ്ടല്ലേ അവർ വളരുന്നത്. ഈ സാമൂഹിക പശ്ചാത്തലത്തിൽ ഈ പ്രയാസങ്ങൾ കണ്ട് വളരുകയും ഒക്കെ ചെയ്യുമ്പോഴേ എനിക്കിപ്പം കല്യാണം വേണ്ട എന്ന് ചിന്തിക്കുന്ന കുഞ്ഞുങ്ങൾ. അതുകൊണ്ട് അത് തടസ്സമായി നിൽക്കുമ്പോഴും മാതാപിതാക്കൾക്കുള്ള പ്രയാസം, അവരുടെ കല്യാണം നടന്നില്ലല്ലോ എന്നുള്ള കാര്യം. അതുപോലെ തന്നെ സമൂഹത്തിൽ ഇന്ന് പെരുകിക്കൊണ്ടിരിക്കുന്ന വേണ്ടാത്ത ചിന്തകൾ, അവസ്ഥകൾ, പ്രത്യേകിച്ചും യൂത്തിൻ്റെ ഇടയിലുള്ള അവസ്ഥകൾ എന്ന് പറഞ്ഞാൽ സ്റ്റേയിങ് ടുഗദർ, മാരേജ് വേണ്ട, ട്രൈ ആൻഡ് ഗെറ്റ് മാരേജ്, ആദ്യം കുറേ നാളൊന്ന് ട്രൈ ചെയ്ത് ശരിയാണെങ്കിൽ കല്യാണം കഴിക്കാം എന്നുള്ള കാര്യങ്ങൾ. പിശാച് പലത് ഹൃദയങ്ങളെ കുരുടാക്കി കളഞ്ഞു. ജോലിക്ക് പോകാൻ പറ്റാതിരിക്കുന്ന ഭവനങ്ങൾ, കുഞ്ഞുങ്ങൾ ജോലിക്ക് പോയിട്ട് തിരിച്ചു വന്ന് വീട്ടിൽ ഇരിക്കുക, അങ്ങനെയുള്ളത്, വീട് വിട്ടുപോയ കുഞ്ഞുങ്ങൾ. പിന്നെ ഇപ്പോൾ ഏറ്റവും അടുത്ത നാളുകൾ കാണുന്നൊരു കാര്യമാണ് LGBTQI എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ലെസ്ബിയൻ, ഗേ, ബൈസെക്ച്വൽ, ട്രാൻസ്ജെൻഡർ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച്. ഇതെല്ലാം തന്നെ നമ്മൾ ഈ തുടർന്നുള്ള സെഷനുകളിൽ കൈകാര്യം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇതൊരു മെസ്സേജ് പോലെ ആണ് പറയുന്നെങ്കിലും
ചില കാര്യങ്ങളൊക്കെ നമ്മൾ സ്ലൈഡ് പോലെ കാണിക്കുകയും നിങ്ങൾക്ക് മനസ്സിലാവത്തക്ക രീതിയിൽ നിങ്ങളോട് പറയുകയും ചെയ്യും. ഇതിന് ആദ്യം തന്നെ നമ്മൾ വാട്സാപ്പിലൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതിനകത്ത് നിങ്ങളോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലർ 10-30 പേരോളം അത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അത് തുടർന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ ദിവസവും ഇത് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അത് കിട്ടും. ഇതെന്തായാലും എല്ലാവർക്കും, പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൽ ആയിരിക്കുന്ന എല്ലാവർക്കും, അല്ലെങ്കിൽ കുടുംബബന്ധത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർ, കല്യാണം കഴിക്കാൻ വെയിറ്റ് ചെയ്യുന്നവർ, അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ റെയർ ചെയ്ത് പഠിപ്പിക്കുന്നവർ, പിന്നീട് അത് മാത്രമല്ല 50 വയസ്സ് കഴിഞ്ഞ് 60 വയസ്സ് കഴിഞ്ഞ് കൊച്ചുമക്കളെ എങ്ങനെ ഏത് രീതിയിൽ നോക്കണം, ഇതെല്ലാം നമ്മൾ ഇതിനകത്ത് കവർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുക. അതുകൊണ്ടാണ് പറഞ്ഞത് 50 എപ്പിസോഡോളം ഇത് കാണും എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തീർച്ചയായും ഇത് നമ്മൾ കൂടുതലും ബിബ്ലിക്കലായിട്ടുള്ള ചിന്തയിൽ കൂടിയാണ് ഇത് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാനിത് ഇങ്ങനെ ഒരു യൂട്യൂബ് വഴി ഒരു ക്രിസ്തീയ കുടുംബത്തെക്കുറിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴേ അദ്ദേഹം പറഞ്ഞു, ക്രിസ്തീയ കുടുംബം എന്ന് പറയുന്നതിൽ നല്ല കുടുംബം എന്ന് പറയണം എന്ന് പറഞ്ഞു. അതെന്താണ് ഞാൻ അങ്ങനെ ചോദിച്ചാൽ, കുടുംബം എന്ന് പറഞ്ഞാൽ കുടുംബത്തിൻ്റെ ഒരു മാർഗനിർദ്ദേശം അല്ലെങ്കിൽ ഒരു ഗൈഡ് ലൈൻസ് കിട്ടുന്നത് നമുക്ക് ബൈബിളിൽ നിന്നാണ്. അന്നേരം നിങ്ങൾ ചോദിക്കും, ബൈബിള് വിശ്വസിക്കാത്തവർ, മറ്റുള്ള പല കമ്മ്യൂണിറ്റിയിലുള്ളവരുണ്ടല്ലോ, അവർക്ക് കുടുംബം നടത്തണ്ടേ, അവരുടെ വിശ്വാസം എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കും. ഞാനൊരു എക്സാമ്പിൾ അതിനായിട്ട് കോട്ട് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുക. നമുക്കറിയാം, ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അറിയാം. മേലോട്ട് ഒരു സാധനം എറിഞ്ഞു കഴിഞ്ഞാൽ താഴോട്ട് വരും. കാരണം ഭൂമിയുടെ ഗുരുത്വാകർഷണം അല്ലെങ്കിൽ ആകർഷണം കൊണ്ട് കാര്യങ്ങൾ താഴോട്ട് വരും. അത് നമുക്കറിയാം. ഞാനൊരു ടെറസിൻ്റെ മണ്ടയ്ക്ക് കയറി നിന്നിട്ട് ഞാനതിലൊന്നും വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അടുത്ത പാരപ്പറ്റ് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് എടുത്ത് ഞാൻ ഗുരുത്വാകർഷണത്തിലൊന്നും വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ പാരപ്പറ്റിൽ നിന്ന് അടുത്ത സ്റ്റെപ്പ് എടുത്ത് വെച്ചാൽ എന്തായിരിക്കും എൻ്റെ ഗതി? ഞാൻ തീർച്ചയായും താഴെ വീഴും, ഉറപ്പാണ്. ഇതെന്ത് പറയാനുള്ള കാര്യമെന്ന് വെച്ചാൽ, ബൈബിളിൽ പറയുന്ന ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല. അതുകൊണ്ടാണ് അത് പറയുന്നത്. ഗുരുത്വാകർഷണം ക്രിസ്ത്യാനിക്ക് മാത്രമല്ല, എല്ലാവർക്കും എന്ന് പറയുന്ന പോലെ ശരിക്കും ഇതിൻ്റെ ഈ പ്രിൻസിപ്പിൾ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ, ബൈബിളിൽ പറയുന്ന ഈ പ്രിൻസിപ്പിൾ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ, ഒരു നല്ലൊരു കുടുംബം, നല്ല കുടുംബം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുക അതും പറയാം. നല്ല കുടുംബം എന്ന് പറഞ്ഞാൽ അടിയും വഴക്കും ഒക്കെ ഇല്ലാത്ത കുടുംബം എന്നുള്ള രീതിയിലല്ല, ദൈവത്തിന് ഹിതപ്രകാരമായിട്ടൊരു കുടുംബജീവിതം നയിക്കാനായിട്ട് അത് ഇടവരും. ലോകത്തിൽ തന്നെ എടുത്തു നോക്കിയാൽ ഒരു മനുഷ്യനും പെർഫെക്റ്റ് അല്ല. ആരെങ്കിലും പെർഫെക്റ്റ് എന്ന് തോന്നുന്ന, ഒരു കുറ്റവും ഒരു കുറവും ഇല്ല എന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒരു മിഥ്യയാണ്. എന്തെങ്കിലും കുറ്റവും കുറവും കാണും. അപ്പോൾ 2 ഭവനത്തിൽ വളർത്തപ്പെട്ട, 2 സിറ്റുവേഷനിൽ വളർത്തപ്പെട്ട, 2 ക്യാരി ഫോർവേഡ്സുമായിട്ട് ഉള്ള എന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ടുകളിൽ നിന്ന് വരുന്ന, പഠനത്തിൽ നിന്ന്, പരിചയത്തിൽ നിന്നുള്ള 2 പേര് കൂടിയാണ് ഒരു കുടുംബത്തിലേക്ക് വരുന്നത്, ഭാര്യയും ഭർത്താവും. അപ്പോഴെന്ത് വന്നാലും ശരി, ആശയപ്പൊരുത്തങ്ങളും വ്യത്യാസങ്ങളും ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിലുണ്ടാവും. എന്നാൽ ദൈവം കുടുംബത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിനാൽ ഈ ആശയപ്പൊരുത്തങ്ങളും വിപരീതങ്ങളും എല്ലാം മാറി ഒരുമിച്ച് ഒരു അംബ്രല്ല, ഒരു കുടയുടെ കീഴിൽ അവരൊരു കുടുംബജീവിതം കെട്ടിപ്പടുക്കാനായിട്ട് ഒരുപാട് ഗൈഡ് ലൈൻസ്, ഒരു മാർഗനിർദ്ദേശങ്ങൾ ഇന്ന് വേദപുസ്തകത്തിൽ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോഴതനുസരിച്ച് പോകുമ്പോൾ ദൈവത്തിനറിയാം, ദൈവം പരിജ്ഞാനത്തോടു കൂടിയാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ദൈവം സർവജ്ഞാനിയാണ്. ദൈവത്തിനറിയാം ഏത് രീതിയിൽ പോയാൽ ഏത് രീതിയിൽ വരുമെന്ന്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഫണ്ടമെൻ്റലായിട്ടുള്ള കുടുംബജീവിതത്തെക്കുറിച്ചുള്ള ഗൈഡ് ലൈൻസ് എല്ലാം തന്നെ ബൈബിളിൽ നിന്ന് എടുത്ത് ചിന്തിക്കുന്നതാണ് നമുക്ക് നല്ലത്. അതുകൊണ്ട് ഏത് മതസ്ഥരായാലും, ഇപ്പം മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മതമില്ലാത്തവനായാലും എത്തിസ്റ്റ് ആയാലും ഹൂവർ മേ ബി, ബൈബിളിലെ ഇതുമായിട്ടുള്ള ഗൈഡ് ലൈൻസ് ഒരുപാട് നമ്മളെ സഹായിക്കും, നമ്മളെ വഴി നടത്തും. ഞാനതുകൊണ്ട് ബൈബിളിൽ നിന്നുള്ള കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട്
ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ട റെഫറൻസ് പറയും. അതുകൊണ്ടത് നിങ്ങളത് പഠിക്കുകയും വായിക്കുകയൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. ബൈബിൾ ഇല്ലാത്തവർ അല്ലെങ്കിൽ ബൈബിള് കിട്ടാൻ സാധ്യതയില്ലാത്തവരുമൊക്കെ അങ്ങനെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലോ അതിനകത്ത് ഒരു നമ്പറുണ്ടല്ലോ, നമ്പറിലോ വാട്സാപ്പ് നമ്പറിലോ റിക്വസ്റ്റ് ചെയ്താൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ തരികയും അത് കൂടുതലായിട്ട് അത് മനസ്സിലാക്കി തരികയും ചെയ്യും. ഇപ്പോൾ നിങ്ങൾ ചോദിക്കും, ഞാനിത് പറയത്തക്ക രീതിയിൽ ഞാൻ എന്താണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്നൊക്കെ നിങ്ങൾ ചോദിക്കും. ഞാൻ 10-40 വർഷമായിട്ട് ദൈവത്തിൻ്റെ വചനവുമായി പഠിക്കുകയും കുഞ്ഞുങ്ങളുടെ ഇടയിലും യൂസിൻ്റെ ഇടയിലും ഒക്കെ വർക്ക് ചെയ്യുകയും ഒക്കെ ചെയ്തതുകൊണ്ട് അതിലൊരു ചെറിയ ജ്ഞാനം എനിക്ക് ദൈവം തന്നിട്ടുണ്ടെന്നുള്ളതിനപ്പുറമായിട്ട് ഒരു സൈക്കോളജി ഡിഗ്രിയോ അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു ഡിഗ്രി ഒന്നും എടുത്തിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മെറ്റനോയ മിനിസ്ട്രീസിൻ്റെ സൈറ്റിൽ നിങ്ങൾക്ക് പോയാൽ എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഫാമിലി ഫോട്ടോസും എല്ലാം അതിൽ കിടപ്പുണ്ട്. അതിൽ പറയാൻ ഞാനൊരു റിട്ടയർഡ് ബാങ്കറാണ്. അവിടെ ഉള്ള ചില ഇൻട്രാക്ഷൻസ്, ഫാമിലി ഇഷ്യൂസ് ഒക്കെ അതിനകത്ത് ഞാൻ അന്ന് ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പോകുന്ന സഭയിലും ബാക്കിയുള്ള കുഞ്ഞുങ്ങളുടെ കൗൺസിലിങ്ങിലും ഒക്കെ കുറേയൊക്കെ ഇൻട്രാക്ട് ചെയ്യുകയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് ദൈവം കൃപ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അത് എന്നെക്കാളും ബെറ്ററായിട്ട് പലരും പറഞ്ഞിട്ടുണ്ടാവും, അതിനേക്കാളും ബെറ്ററായിട്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. ഒരു കാര്യം ഉറപ്പാണ്, എന്തെങ്കിലും ഒരു ടേക്ക് അവേ ഓരോ എപ്പിസോഡിലും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുമെന്നുള്ളത് 100% ഉറപ്പാണ്. പ്രത്യേകിച്ച് ഇപ്പോഴേ യൂസ് ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അതെല്ലാം നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് കല്യാണം വേണ്ടാന്ന് പറഞ്ഞ് നിൽക്കുന്ന കാര്യം, രണ്ടാമത് പ്രഗ്നൻസി ബിഫോർ മാരേജ്, പിന്നെ അബോർഷൻ, അതുപോലെ ഡൈവേഴ്സിനുള്ള പുറപ്പാട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ എംബ്രിയോ ഫ്രീസിങ് ആൻഡ് ഡിലേയിങ് ഡെലിവറി, എംബ്രിയോ ഫ്രീസ് ചെയ്യുകയും ഡെലിവറി ഡിലേ ചെയ്യുകയും ചെയ്യുന്നത്. അതുപോലെ LGBTQIA എന്നൊക്കെ പറയുന്ന ഈ ക്ലാസ്സിൽ എന്താണ് ബൈബിൾ പഠിപ്പിക്കുന്നത്, അത് ഞാൻ ഏത് രീതിയിലാണ് അതിനകത്ത് അങ്ങനെ ഒരാളായിട്ടുണ്ടെങ്കിൽ ഏത് രീതിയിലാണ് ഞാൻ നിൽക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ അഡിക്ഷൻസ് ഒരുപാടുണ്ട്. ഇന്ന് ഒരുപാട് അഡിക്ഷൻസ് ഉണ്ട്. അഡിക്ഷൻസ് പ്രത്യേകിച്ച് നർക്കോട്ടിക്സ്, അതുപോലെ മദ്യം, അതുപോലെ റിലേഷൻഷിപ്പിനകത്തുള്ള ഇഷ്യൂസ്, പിന്നെ സെയ്റ്റാനിക് അറ്റാക്ക്. അത് ഒരു 3-4 സെഷൻ തന്നെ ഉണ്ട്, സെയ്റ്റാനിക് അറ്റാക്ക് ഇൻ ക്രിസ്ത്യൻ ഫാമിലീസ് ആൻഡ് യൂത്ത്സ്, അങ്ങനെ തന്നെ പറയുന്നുണ്ട്. ഇതൊക്കെ തീർച്ചയായും പ്രയോജനമായി തീരും. പലതും നിങ്ങൾ ഇതുവരെയും കേൾക്കാത്ത കാര്യങ്ങൾ അതിൽ കാണും. എന്നാൽ എല്ലാം തന്നെ ബിബ്ലിക്കലായിട്ട് ബേസിസ് ചെയ്താണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അവിടെ തീർച്ചയായും ഇതെല്ലാ ദിവസവും നിങ്ങളിത് വാച്ച് ചെയ്യണം. 15 മിനിറ്റ് കൂടുതൽ ഒരു ദിവസം എടുക്കുകയില്ല. പിന്നെ ചില ദിവസങ്ങളിൽ ഫാമിലീസിന് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവം ഗൈഡ് ചെയ്യുന്നതനുസരിച്ച്, ദൈവം പ്രത്യേകിച്ച് സ്പെസിഫിക്കായിട്ട് പറയുന്നതനുസരിച്ച് പ്രാർത്ഥിക്കും. നേരത്തെ സൂചിപ്പിച്ചാണ് ഒരുപാട് പ്രയർ റിക്വസ്റ്റുകൾ വരുന്നത് ക്രിസ്ത്യൻ ഫാമിലീസിന് വേണ്ടിയാണ്. അത് മാത്രമല്ല, ക്രിസ്തീയ വിശ്വാസികളെന്ന് പറയുന്ന ഈവൻ പെന്തക്കോസ്റ്റൽ, ലോക്കൽ ചർച്ച്, ഡിനോമിനേഷൻസ്, ഇതിലൊക്കെ തന്നെ ഒരുപാട് ഡൈവേഴ്സസ് ആപ്ലിക്കേഷൻസ് എന്നുണ്ട് എന്ന് നമ്മൾ മറന്നുപോയി. അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സൊക്കെ ഞാൻ നിങ്ങളോട് പറയാം. കേരളത്തിലുള്ള ഡൈവേഴ്സിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സും ഒക്കെ നമുക്ക് പറയാം, നമുക്ക് ചിന്തിക്കാം. അതുകൊണ്ട് ഇത് മുടങ്ങാതെ എല്ലാവരും കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണമേ എന്ന് പ്രത്യേകം റിക്വസ്റ്റ് ചെയ്യുന്നു. ഈ ക്രിസ്ത്യൻ കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു വിഭാഗം, കൗൺസിലേഴ്സിന് ട്രെയിനിങ്ങും കൗൺസിലേഴ്സും ഒക്കെ ഉണ്ട്. അതിന് ഫാമിലി ബ്രേക്കപ്പിന് പോകുന്ന ആളുകൾ, അങ്ങനെ പോകുന്ന കേസുകളൊക്കെ ഉണ്ട്. അല്ലാതെ ജനറൽ കൗൺസിലിങ്ങും ഉണ്ട്. എന്നാൽ ഒരു കാര്യം പ്രത്യേകിച്ച് ഓർക്കേണ്ട ഒരു കാര്യം, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കും. ഇത് സങ്കീർത്തനം 127 സങ്കീർത്തനത്തിലെ വാക്യമാണ്. യഹോവയാണ് വീട് പണിയുന്നത്, പണിയുന്നവർ വൃഥ അധ്വാനിക്കും. അതായത് നിങ്ങൾ പറയും, അല്ല മേശിരിയാണ് വീട് പണിയുന്നത്. ഞാൻ അന്നേരം ഈ വീടെന്നുള്ള വേർഡ് ഒന്ന് ഡിഫൈൻ ചെയ്ത് മാറ്റി പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വീടല്ല, യഹോവ ഭവനം പണിയുന്നു. യഹോവ ഭവനം പണിയുന്നു, മേശിരി വീട് പണിയുന്നു. ഇവിടെ ബ്രിക്സും കട്ടയൊന്നും അല്ല ഉള്ളത്. യഹോവ വീട് പണിയെന്ന് പറഞ്ഞാൽ അത് ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും ഉള്ള ഒരു സിറ്റുവേഷനാണ്. അതുകൊണ്ട് യഹോവ വീട് പണിയാതിരുന്നാൽ
പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വൃഥ ജാഗരിക്കുന്നു. നിങ്ങൾ അധികാലത്തെ എഴുന്നേൽക്കുന്നതും നന്നാ താമസിച്ച് കിടപ്പാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ. തൻ്റെ പ്രിയനോ അവൻ അത് ഉറക്കത്തിൽ കൊടുക്കുന്നു. ഇങ്ങനെ താഴോട്ട് കാര്യങ്ങൾ അതിന് എഴുതിയിട്ടുണ്ട്. ഫാമിലിയെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്. സാധാരണ നമ്മൾ ഈ ഫാമിലിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഫാമിലി ബ്രേക്കപ്പ്, കുടുംബത്തിലെ തകർച്ച വന്നു കഴിയുമ്പോഴാണ് ഇതിനെക്കുറിച്ച് പലപ്പോഴും സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നത്. ഒരു ക്രിസ്ത്യൻ ഫാമിലി എന്ന് പറയുമ്പോഴേ, ക്രിസ്ത്യൻ ഫാമിലിയെക്കുറിച്ചാണല്ലോ നമ്മൾ കൂടുതലായിട്ട് പറയുന്നത്. അല്ലാത്ത ഫാമിലി ഉണ്ട്, എന്നാലും എ ക്രിസ്ത്യൻ ഫാമിലി എന്ന് നമ്മൾ പറയുമ്പോഴേ, ക്രിസ്ത്യൻ ഈസ് എ ക്രൈസ്റ്റ് സെൻറ്റേഡ് ഫാമിലി എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ക്രിസ്തു ഉള്ളിൽ ജീവിക്കുന്ന, അല്ലെങ്കിൽ ലൈഫ് കൺട്രോൾഡ് ബൈ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് കൺട്രോൾ ചെയ്തൊരു കുടുംബം. അങ്ങനെ ഒരു കുടുംബമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ബൈബിളിലെ ഒരുപാട് റെഫറൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, കാരണം ഇത് കാണുന്നത് ഒത്തിരി പേരല്ലാത്തവരും കാണുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഈ ബൈബിളിലെ റെഫറൻസസ് കുറച്ച് മാത്രം പറയുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇത് കഴിഞ്ഞിട്ടെന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ചെല്ലാം സംസാരിച്ചതിന് ശേഷം ബൈബിളിൽ നിന്ന് 10 ഫാമിലീസ് സെലക്ട് ചെയ്ത് ബൈബിളിൽ നിന്നുള്ള 10 ഫാമിലീസിൻ്റെ സ്റ്റഡി സീരീസ് പോലെ ചെയ്യുന്നുണ്ട്. അത് പറയുമ്പോഴേ ഓരോ ഫാമിലിയും അഡോപ്റ്റ് ചെയ്ത മെത്തേഡ്സ്, ദൈവസന്നിധിയിൽ അവർ ഏത് രീതിയിലായിരുന്നു, അവരുടെ ഫാമിലി ഏത് രീതിയിൽ നന്നായി വന്നു എന്നും, അതുപോലെ തന്നെ മോശമായ ഫാമിലികളും ഉണ്ട്, ബൈബിളിൽ തന്നെ റെഫർ ചെയ്യുന്നുണ്ട്. അവരെന്തുകൊണ്ട് മോശമായി പോയി എന്നുള്ളതും പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളിത് ശ്രദ്ധയോടുകൂടി ഇരിക്കണം. 15 മിനിറ്റല്ലേ ഉള്ളൂ. തീർച്ചയായും അത് ഒരുപാട് പ്രയോജനം ചെയ്യും. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ വളർത്തുന്ന ആളുകൾ എന്ന് വെച്ചാൽ യങ് സ്റ്റേജിൽ എവിടം തൊട്ടാണ് അവൻ്റെ ഡെവലപ്മെൻറ്റ് ആവശ്യമായിരിക്കുന്നതെന്നുള്ള കാര്യം. ഇന്നിപ്പം ഡൗട്ട്ഫുൾ ആണല്ലോ ആളുകൾക്ക്, എവിടെയാണ് കുഞ്ഞുങ്ങളെ വളർത്തേണ്ടത്, എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് ഇത് ഏതെങ്കിലും രീതി മിസ് ചെയ്തൊക്കെ പോവുകയാണെങ്കിലും നിങ്ങൾ സമയം കിട്ടി കണ്ടുപിടിച്ച് അത് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് ക്രിസ്തീയ കുടുംബം എന്ന് പറയുന്ന ക്രിസ്തീയ പ്രിൻസിപ്പിൾ അനുസരിച്ച് ജീവിക്കുന്ന കുടുംബമാണ്. അങ്ങനെ ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ ബൈബിള് എന്ന് പറയുന്ന അതിലുള്ള ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യണം. അന്നേരം നേരത്തെ പറഞ്ഞതുപോലെ ബൈബിള് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമുള്ളൊരു പുസ്തകമല്ല, എല്ലാവർക്കും വേണ്ടിയുള്ള പുസ്തകമാണ്. ബൈബിളിലെ ക്രിസ്തീയ കുടുംബത്തെക്കുറിച്ച് പറയുന്നത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമുള്ളൊരു കാര്യമല്ല. അത് ഫോളോ ചെയ്ത് ഏത് കമ്മ്യൂണിറ്റിയിലുള്ള ജീവിച്ചാലും അത് അവരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും എന്നുള്ളതാണ്. അപ്പോഴിത് എൻ്റെ ഇൻട്രൊഡക്ഷനായിട്ട് ഞാൻ ഇത്രയും പറയും. നാളെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ബേസിക്കായിട്ടുള്ള കാര്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇൻട്രൊഡക്ഷൻ തന്നെ എനിക്ക് തോന്നുന്നത് 2-3 എപ്പിസോഡിൽ പറഞ്ഞു തീർത്തിട്ട് വേണം നമ്മൾ ഇതിലേക്ക് കയറാനായിട്ട്. പ്രത്യേകിച്ച് പ്രാർത്ഥനയോടുകൂടി എല്ലാവരും അറ്റൻഡ് ചെയ്യണം. നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന പോലെ തന്നെ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. തീർച്ചയായും ഇത് അനുഗ്രഹമായി തീർന്നു എന്ന് വിചാരിക്കട്ടെ. തുടർന്ന് ഇത് വാച്ച് ചെയ്യണം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെ എല്ലാം നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ക്രിസ്തീയ കുടുംബത്തെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്ന ചിന്തകൾ കർത്താവ് എല്ലാവർക്കും പ്രയോജനമായി തീരുവാൻ ഈ ദിവസങ്ങൾ കൃപയൊരുക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബൈബിള് ഞങ്ങളുടെ മുമ്പിൽ ഒരു സ്റ്റാൻഡേർഡായിട്ടുണ്ട്. അതിലെ പല ഭാഗങ്ങൾ കൂടി യഥാർത്ഥത്തിൽ ഏത് രീതിയിൽ ജീവിക്കണം എന്ന് പറയുന്ന പല ഉദാഹരണങ്ങളും പല ഫാമിലീസിൻ്റെ എക്സാമ്പിൾസും ഒക്കെ ഉണ്ടല്ലോ. ഇത് ഞങ്ങൾ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോഴേ കർത്താവെ അത് എല്ലാവർക്കും പ്രയോജനമായി തീരുവാൻ കർത്താവെ ഇടവരുത്തുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങൾ ഇവിടെ ഓരോ ദിവസവും 15 മിനിറ്റ് സ്പെൻഡ് ചെയ്യുകയും അതുപോലെ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോഴേ ഇവിടെയൊക്കെ കർത്താവിൻ്റെ മഹത്വം കാണുവാനായിട്ട് ഇടവരുത്താൻ സഹായിക്കുകയും ചെയ്യണമേ. പ്രാർത്ഥന കേട്ടോ ഓർത്ത് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. തുടർന്ന് ഇത് വാച്ച് ചെയ്യണം. ഇതെല്ലാ ദിവസവും 9:30 നിങ്ങളുടെ ഭവനത്തിലെത്തുന്ന ഡിവൈസിലെത്തുന്നതാണ്. ഇത് കാണാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇത് ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്ക് ഇത് കാണാനായിട്ട് ഇതിനകത്ത് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. ഇത് ഒരുപാട് പ്രയോജനമാകുമെന്ന് വീണ്ടും ഞാൻ എടുത്ത് പറയുന്ന കാര്യം, ഇന്ന് ഇതിനെക്കുറിച്ച് ഇങ്ങനെയുള്ള വലിയ ഡിസ്കഷൻസ് ഇല്ല. ചില ചർച്ചസിലൊക്കെ ചില സെമിനാറുകൾ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലാതെ ഡീറ്റെയിൽഡായിട്ടൊരു ഡിസ്കഷൻ ഇല്ല. അതുപോലെ എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം, സജഷൻസ് ഉണ്ടെങ്കിൽ സജഷൻ ഇടണം, അതുപോലെ പ്രെയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ പ്രെയർ റിക്വസ്റ്റ് ഇടണം. നിങ്ങൾ നേരത്തെ ഇട്ട പ്രെയർ റിക്വസ്റ്റുകൾ പലതും, ഫാമിലിയെക്കുറിച്ചുള്ള പ്രെയർ റിക്വസ്റ്റുകൾക്ക് പലതിനും ഉത്തരം ഈ സെമിനാറുകൾ ഈ ക്ലാസ്സസിലുണ്ടാവും. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.